എന്താ കോറിയത്തെ വെള്ളം വരുന്നോണ്ട് ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും ആൾക്കാർ ഉപയോഗിക്കുന്ന വെള്ളമാണ്, ഈ കിണറത്തെ വെള്ളമാണ്. അതുകൊണ്ട് എന്ത് ചെയ്താലും ആ കോറിയത്തെ വെള്ളം ഞങ്ങൾ ഇതിലേക്ക് തോട്ടക്ക് ഒഴുകാനും ഞങ്ങളെ കിണറ്റിക്ക് പോകാനും പാടില്ല. അതെന്തായാലും ആയിട്ട് നിർത്തണം. പിന്നെ ചൊറിച്ചില്, മുടി കൊഴിച്ചില് എല്ലാം വരുന്നുണ്ട്. വെറും പിന്നെ ഇതിട്ട് ബ്ലീച്ചിങ് പൗഡർ ഇട്ട് കലക്കിയിട്ട് ഞങ്ങൾ വായിക്ക വെള്ളം വെക്കാൻ വയ്യ. ഞങ്ങൾ 5 സമയം പോലും ഉണ്ടാക്കുന്ന മനുഷ്യന്മാരാണ്. എനിക്ക് ഞങ്ങളെ വായിക്ക് വെള്ളം കുപ്പിക്കാനും കൂടി കഴിയാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് ഞങ്ങൾക്ക്. പിന്നെ കുഞ്ഞു കുട്ടികളാണ് ഞങ്ങളെ വീടുകളിലൊക്കെ ഉള്ളത്. അവർ ചിലപ്പോൾ പൈപ്പിൽ നിന്നൊക്കെ കറക്റ്റ് വെള്ളം കുടിക്കുക. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമാവില്ല കഴിക്കണത്. അപ്പം പല അസുഖങ്ങളും ഇപ്പൊ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് ഇത് നിർത്തലാക്കണം എന്തായാലും. പിന്നെ നീർച്ചാലകൾ അടച്ചിട്ടാണ് അവർ ഈ തോട്ടിക്ക് വെള്ളം ഒഴിവാക്കി വിടുന്നത്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് കഴിയൂല. ഇവിടെ ഞങ്ങൾക്ക് ഇത്രയും വീട്ടുകാർ നിൽക്കുന്നതല്ലേ. അതുകൊണ്ട് ഞങ്ങൾക്ക് വേറൊരു കിണർ പോലും ഇല്ല. ഇത്രയും ആൾക്കാർക്ക് ഈ ഒരു കിണർ മാത്രമാണ് ആശയം. 150 പേര് വെള്ളം കുടിക്കുന്ന കിണറാ അത്. ഞാൻ കാരച്ചാൽ വാർഡ് 21ാം വാർഡിലെ മെമ്പറാണ്. എനിക്ക് പറയാനുള്ളത്, ഇവിടെ ഒരു 100 കുടുംബങ്ങളോളം താമസിക്കുന്നതാണ്. 2 കോറി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ആ കോറി പിന്നെ ഇവിടെ ഒരു 100 കുടുംബങ്ങൾ വെള്ളം കുടിക്കുന്നുണ്ട്. ആ കുടിവെള്ളത്തിന് ഭയങ്കര പ്രശ്നങ്ങളാണ്. അതായത് കോറിയിലെ വെള്ളം പമ്പ് ചെയ്ത് അടിക്കുന്നുണ്ട്. അത് എന്തായാലും പിന്നെ മഞ്ഞപ്പിത്തങ്ങളായിട്ടും ചൊറിച്ചിലായിട്ടും അങ്ങനെയുള്ള പല രോഗങ്ങളും ഇവിടെ ഉണ്ട്. അപ്പൊ ഈ ഇതിനുള്ള പരിഹാരം കണ്ടെത്തി തരണം. വാർഡ് മെമ്പർ എന്ന നിലയ്ക്ക് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഈ കോറി വന്നേ പിന്നാണ് കുടിവെള്ളത്തിന് ഇത്രയും പ്രശ്നമായത്. കാരണം എന്ന് വെച്ചാൽ അവർ ഈ വേസ്റ്റ് വെള്ളം എല്ലാം കൂടി ഈ തോട്ടിലോട്ടാ ഇത് പമ്പ് ചെയ്ത് വിടുന്നത്. എന്റെ വീട്ടിലൊക്കെ 1.5 2 വയസ്സുള്ള കുഞ്ഞു മക്കളാ ഉള്ളത്. അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടാണെന്നറിയാം ഈ കലക്കവെള്ളം കുടിച്ചിട്ട്. എന്ന് എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനേ സമയമുള്ളൂ. ഈ കഴിഞ്ഞ ഒരാഴ്ച ഈ മഴ പെയ്ത സമയത്ത് റബ്ബറിൽ നിന്ന് ഇത് കെട്ടിയിട്ടാണ് ഞങ്ങൾ കുടിവെള്ളം കുടിക്കാൻ വരെ എടുത്തത്. അല്ലെങ്കിൽ താഴെ പോകണം. ആരെ കൊണ്ട് കഴിയും? ഈ പ്രായമുള്ള ഈ അമ്മമാരൊക്കെ എങ്ങനെ ആ താഴെ പോയി വെള്ളം ഏറ്റിക്കൊണ്ട് വരുന്നത്? എന്താണെങ്കിലും ഈ കോറി അവര് പൊട്ടിക്കോ പൊട്ടായിരിക്കോ അത് അവരുടെ ഇഷ്ടം. പക്ഷെ ഞങ്ങളുടെ കുടിവെള്ളത്തിൽ ഒരു പ്രശ്നവും വരല്. അതുപോലെ അവരുടെ വേസ്റ്റ് ഈ തോട്ടിലോട്ട് ഒഴുക്കാനും പറ്റത്തില്ല. ഞങ്ങളുടെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കോറിക്കാർ പറയുമോ? അല്ലെങ്കിൽ അവർ വന്ന് എടുത്തോണ്ട് പോവോ? ഞങ്ങളുടെ ആശ്രയം എന്ന് പറയുന്നത് ഈ കിണറാണ്. ഇതില് ഈ വെള്ളം ഒരു കാരണവശാലും അവർക്ക് വേസ്റ്റ് വെള്ളം ഒഴുക്കാൻ പറ്റത്തില്ല. 2 കോറിയിൽ നിന്നും വരുന്നുണ്ട്. അതുപോലെ പ്രായമുള്ള എല്ലാ വീടുകളിലും ഇവിടെ തന്നെ നോക്കാം, എത്രങ്ങാനും ഷുഗർ പേഷ്യൻസ്, ഹാർട്ട് പേഷ്യൻസ് എല്ലാം ഈ കൂട്ടത്തിൽ തന്നെ മിക്ക ആൾക്കാരും ഷുഗറും ബിപിന്റെയും പ്രഷറിന്റെയും ഒക്കെ മെഡിസിൻ കഴിക്കുന്ന ആൾക്കാർ. അവർക്ക് ഒന്നാമത് പ്രതിരോധം ഇല്ല. അതിന്റെ കൂട്ടത്തിൽ ഈ വേസ്റ്റ് വെള്ളവും ഈ കോറി വേസ്റ്റിന്റെ വെള്ളവും കൂടെ കുടിച്ചാൽ അവരുടെ ജീവൻ ആര് ഇത് പറയും? എന്തൊക്കെയാണെങ്കിലും ഈ തോട് നശിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. നാട്ടുകാർ ഒന്നടക്കം ഇതിന് പ്രതിഷേധിക്കുക തന്നെ ചെയ്യും. ഞങ്ങൾക്ക് ഈ വേസ്റ്റ് വെള്ളം കുടിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല. അതിന് വേണ്ടിയിട്ടാണ്. ഗോറിയിൽ എന്തെങ്കിലും കാട്ടിക്കോട്ടെ, ഞങ്ങൾക്ക് ആ വെള്ളം കീപ്പിട്ടെന്നാണ്ട് ആ വെള്ളം ഞങ്ങൾക്ക് കേട്ടുവരാൻ പാടില്ല. ഞങ്ങൾക്ക് ഇത്രയും വയസ്സും പ്രായമായ ആൾക്കാരെ കൊണ്ടൊന്നും വെള്ളം കെട്ടിയിട്ട് കൊണ്ടാൻ കഴിയില്ല. മക്കളൊക്കെ ഈ വെള്ളം കുടിച്ചിട്ടാണ്. ആരെ കൊണ്ട് കഴിയും? മനുഷ്യന് ഒരു സൗകര്യമില്ല, സ്വസ്ഥതയില്ല. വെടിയേറുമ്പോഴേക്കും വെടി കടന്ന് പൊട്ടുക. അത് പോട്ടെ, അത് പൊട്ടിക്കോട്ടെ, ഇവരെന്തെങ്കിലും ചെയ്തോട്ടെ. ആ പ്രശ്നം ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കുടിവെള്ളത്തിന് കേടും വരാൻ പാടില്ല. അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഈ വെള്ളം വല്ല തുടങ്ങിയപ്പോ ഈ കോറി വന്നപ്പോൾ ഞങ്ങൾ തിരുമ്പണിയും കുടിക്കുന്ന പാറയായിരുന്നത്. വെള്ളം കൊണ്ടേലും പാറയായിരുന്നു. പൂത്താളെ കുളിപ്പിക്കുന്ന, കന്നാളെ കുളിപ്പിക്കുന്ന ഒക്കെ ചെയ്യുന്നു. ഇപ്പൊ അങ്ങോട്ട് അടുക്കാൻ വയ്യ മനുഷ്യന്. ഓലെല്ലാം അടിച്ചങ്ങോട്ട് വീടുക. ഓലെ ചണ്ടിയും ചമ്മലയും വേസ്റ്റും വെള്ളം വന്നെന്ന് അറിയുന്നുണ്ട്. അത് ഞങ്ങൾ കൊണ്ടുപോയി കുടിക്കുക. എന്താ ഞങ്ങൾ അനാഥ വന്നിട്ടെങ്ങളാ? ഞങ്ങൾക്കും ജീവിച്ചു പോകണ്ട. ഭൂമിന്റെ മുകളിൽ തീട്ട വെള്ളം കുടിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. വെള്ളം ഇവിടുന്ന് ഏറ്റിക്കൊണ്ടാണ് 8 കിണർ കുത്തിയതിന്റെ പറമ്പിൽ ഞാൻ പൈസ കൊടുത്ത് കണ്ടു.